ഓർഗൻ റിമൂവ് ചെയ്യുന്ന സാധനമാണ്. അവന് വേണ്ട ചെയ്യാ അവൻ ഇങ്ങനെ കേട്ടോ വരുന്ന കാഴ്ചകൾ കാണുന്നത്. അവനെ ഇങ്ങനെ സുന്നത്ത് കല്യാണം ബാഗിലിട്ടിട്ട് കഴിഞ്ഞു ചുറൂസ് തരാം നല്ല മീൻപി തരാം ണ്ട് ഇങ്ങനെയാ. ഇവരൊന്നും കരഞ്ഞില്ലട്ടോ, അവൻ മിടുക്കനായി. എന്റെ പല്ലൊക്കെ പറിക്കാനായിട്ട് മമ്മി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല്ല് പറിച്ച് കഴിയുമ്പോൾ മമ്മി പറയും തിരിച്ചു വരുമ്പോ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പൂച്ചക്ക് ചെയ്യുന്നത്. പൂച്ചക്ക് ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ അവനോട് പറയാണ് വാക്സിനേഷൻ കഴിഞ്ഞ് ഞാൻ നിനക്ക് എല്ലാവർക്കും ഹിറ്റാച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിംബക്കുട്ടനെയും കൊണ്ട് അവന്റെ സുന്നത്ത് കല്യാണത്തിന് പോവാ. ഞാൻ എന്റെ ഫ്രണ്ടില് ഇവിടെ ആള് ഫ്രണ്ടിലും ഞാൻ ബാക്കിലോട്ട് ഇരിക്കണേ. ഞങ്ങൾ തല്ലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്റെ പൂച്ചക്കുട്ടന് പേടിച്ച് വിറച്ചിരിക്കുക. അവന്റെ നാക്കൊക്കെ പുറത്തു വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അവനൊന്ന് കംഫർട്ട് ആക്കാനായിട്ട് ഞാൻ അവന്റെ അടുത്ത് വന്നിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അവന്റെ കൂടാണ്, ലൈക്ക് അവനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ക്യാരി ചെയ്യുന്ന ബാഗാണിത്. അതെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് അവൻ കുറച്ച് പാനിക്കാണ്. അവന് മോഷൻ സിക്നസ് ഇതുണ്ടെന്ന് തോന്നുന്നു. ആൾക്ക് പേടിയാണ്. അപ്പൊ അവൻ പേടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. സിംബ അയ്യോടാ, അവന് പേടിച്ചിട്ടിരിക്കുകയാണ്. ആക്ച്വലി ആളുടെ ന്യൂട്രിങ് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇവരുടെ ഫെർട്ടൈൽ ഓർഗൻ റിമൂവ് ചെയ്യുന്ന സാധനമാണ്. ഞാനിതിനൊക്കെ എതിരാണ്. പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഇവൻ എന്റെ ചെടിച്ചട്ടിയൊക്കെ തട്ടിയിട്ട് പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിലെ പല പല സാധനങ്ങൾ മുറിക്കാൻ പൊട്ടിച്ച് കളയാനൊക്കെ തുടങ്ങി. അപ്പോ അതെ, ഇവൻ വീട്ടിൽ മൂത്രം ഒഴിക്കുന്നുണ്ട്. അപ്പോ വീട്ടിനകത്ത് മൂത്രം ഒഴിക്കുന്നത് നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ പുറത്ത് അവനില്ല, ഒന്നെങ്കിൽ നമ്മളൊരു കൂട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവന് നമ്മളിത് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ആള് കുറച്ച് പ്രശ്നമാണ്. അത് കാരണം അവനെ നമ്മളിന്ന് കൊണ്ടുപോവാണ്. എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവൻ പാവം പേടിച്ച് കറങ്ങിട്ടിരിക്കുക. ഞാൻ ഇന്ന് കാറിൻ്റെ അകത്ത് ഇരിക്കുന്ന പറഞ്ഞേക്കണത്. എനിക്കിത് കാണാനുള്ള പാവം അതിന്റെ കരച്ചിൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സങ്കടം തോന്നുന്നു. സിംബാനെ ഞാനിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംബക്കുട്ട അവൻ പേടിച്ചിട്ടിരിക്കുക കേട്ടോ. വേണ്ടാന്ന് അവന് വേണ്ട ചെയ്യാ സിംബക്കുട്ട. അപ്പോ അവന്റെ സുന്നത്ത് കല്യാണത്തിന് നമ്മൾ പോയി കൂടിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. എനിക്ക് എങ്ങനെയാ പ്രൊസീജിയർ എന്ന് അറിയില്ല. ചെറിയൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളൊരു സാധനമാണ്. നാട്ടിലത്തെ പൂച്ചയ്ക്കൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. സമാധാനമുള്ള ഇതാണ്. പക്ഷേ ഇവിടെ എന്തായാലും പുറത്തുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ. നമ്മളിവിടെ പെറ്റിനെ വളർത്തുന്ന എല്ലാവരുടെ ചോദിച്ചു. അപ്പൊ അവരെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്. ഇവനിപ്പോ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടൊരു 4 മാസത്തിന് മേളിലായി. ടോട്ടൽ ഇവനിപ്പോ ഒരു 6 months അടുത്തായിട്ടുണ്ട് ഇവന്റെ ഏജ്. അപ്പോൾ ഒരു 4 to 6 months ഇടയ്ക്കാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിലാണ് നമ്മളിപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് കേട്ടോ. കാറിൽ പോകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ കേട്ടോ വരുന്ന കാഴ്ചകൾ കാണുന്നത്. അവനെ ഇങ്ങനെ നമ്മള് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് അവൻ കാഴ്ച കാണും. ഒന്നെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ തൂങ്ങിയിരിക്കും, ഇല്ലെങ്കിൽ ബാക്കിലില്ലേ അവൻ അവിടെ പോയി ഇരുന്നിട്ട് കാഴ്ച കാണാറുണ്ട്. കുറച്ച് നാളായി ഇപ്പം നമ്മുടെ കൂടെ ആള് ട്രിപ്പിന് വന്നിട്ട്. അപ്പൊ അവന് പരിചയമില്ലാത്ത ഏരിയ ആണോ എന്ന് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം മനസ്സിലായ സംഭവം എന്തായാലും അവനെ കുറച്ച് കഴിഞ്ഞേ നമ്മൾ വിടത്തുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. തിരിച്ചു വരുമ്പോൾ തലയിൽ മറ്റേ കോണൊക്കെ ഇടും, ഇങ്ങനെ ഒരു കോൺ പോലും സാധനമൊക്കെ ഇടും. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് ചെയ്തെടുത്തവന് ലിക്ക് ചെയ്യാനൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ ഒന്നും ആവരുതല്ലോ അതിനായിട്ട്. അത് കാരണം അവനെ കയ്യിലെടുക്കണമെങ്കിൽ കുറച്ച് ദിവസം ആവും. അത് കാരണം ബാക്കി നോക്കാം. സിംബക്കുട്ടനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അവനെ നമ്മളിത് ബാഗിലാക്കി തിരിച്ച് ബാഗിലിട്ടിട്ട് ഇങ്ങനെയാണ് നമ്മൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോണത്. അവന് മനസ്സിലായി നമ്മൾ എവിടെയോ പോകാൻ പോവാണ്, നമ്മളെ ആളെ ഇറക്കാൻ പോവാന്ന്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ സിംബക്കുട്ട നിന്നെ സുന്നത്ത് ചെയ്യാൻ പോവാടാ അവന്റെ ഹോസ്പിറ്റലിൽ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. പ്രൊനൗൺസ് ചെയ്യുന്നത്.
നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ പറയണത് ഇന്ന് അവൻ്റെ ടെസ്റ്റും ഇവൻ ഹെൽത്തി ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് എന്നിട്ട് പ്രൊസീജിയർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവനെ പുറത്തെടുത്ത് എന്തായാലും അപ്പോൾ അവർ ചെക്ക് ചെയ്യാണ് ടോട്ടൽ എത്ര പ്രൈസ് ആവുമെന്ന് ചെക്ക് ചെയ്യാണ്. ഇവനെ നമ്മൾ ഒരു വാക്സിൻ കൊടുത്തിട്ടുണ്ട്, 2 വാക്സിൻ പെൻഡിങ് ഉണ്ട്, അതും ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. മിക്കവാറും ഇന്ന് അവനെ സുന്നത്ത് കല്യാണം നടത്തൂല, ഒരു ദിവസം കൂടെ ട്യൂസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആണ് ഇവരുടെ അപ്പോയിൻമെൻ്റ് എന്നാണ് പറഞ്ഞേക്കണത്. സോ സിംബക്കുട്ടാ ഇന്ന് ഉണ്ടാവില്ല കേട്ടാ, നമുക്ക് അടുത്ത ദിവസം വരാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയടാ സിംബ. പുറത്തെടുത്തപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്. കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ തീരുമാനത്തിലെത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോൾ റാബിസിൻ്റെ മാത്രം വാക്സിൻ കൊടുക്കാം, അത് മാത്രം മതിയെന്ന് പറഞ്ഞത്. പാവം ആവശ്യമില്ലാത്തതെല്ലാം കൂടെ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൊസീജിയർ, മറ്റേ സർജിക്കൽ പ്രൊസീജിയർ ഇവർ പറഞ്ഞ എമൗണ്ട് അനുസരിച്ചൊരു 30,000 അല്ലേ. നാട്ടിൽ ഒരാളുടെ സർജറി ചെയ്യണം, നാട്ടിലൊരു മനുഷ്യന് ഇത് ചെയ്യുന്ന എമൗണ്ട് ആയിട്ടോ. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടാട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സിംബ അവിടെ ഒരു പട്ടീനെ കണ്ടു. ആ ബ്രീഡിൻ്റെ അവൻ്റെ പേരെന്തായിരുന്നു? എന്നാ ഞങ്ങള് മറന്നുപോയി. അവനെ കണ്ടു, പിറ്റ്ബുൾ. പിറ്റ്ബുളിനെ കണ്ടിട്ട് ഇവനിങ്ങനെ ഇങ്ങനെ മാന്താനൊക്കെ നിൽക്കുമായിരുന്നു. ഇവൻ പിറ്റ്ബുളിനെ ഇടിച്ചിട്ട് ഞങ്ങൾ രക്ഷിക്കാനായിട്ടിരിക്കുകയായിരുന്നു സിംബ. പിറ്റ്ബുൾ അകത്ത് പോയി. അപ്പൊ സിംബക്കുട്ടന് കുത്തുകിട്ടൂലോ, റാബിസിന്റെ ഇഞ്ചക്ഷൻ കിട്ടൂലോ, സിംബക്കുട്ടന് ഇഞ്ചക്ഷൻ കിട്ടൂലോ. ഇത് കഴിഞ്ഞ ദിവസം അവൻ മേലത്തെ നിലയിൽ നിന്ന് ചാടിയതിന്റെ പാടാട്ടോ. ഓർമ്മയ്ക്ക് അവനൊരു പാട് കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലില് നാട്ടിലത്തെ കൺസൾട്ടേഷൻ പോലെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഡെസ്കിൽ ധൈര്യൻ്റെ പേരുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇംഗ്ലീഷ് അറിയാറില്ല, ഇവിടെ ഇരിക്കുന്ന പുള്ളിക്കാർക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു എന്തായാലും. അവനുള്ള ഫുഡൊക്കെ ഒന്ന് കാണിച്ച് മയക്കുമല്ലേ. ഹോസ്പിറ്റലിലെ ഫുഡ് കേട്ടാ, കട്ട് തിന്നരുത്. വീട്ടിലെ ഫുഡല്ല. ചരാലില്ലേ നമ്മുടെ നാട്ടിലത്തെ നത്തോലി ഫ്രൈ ചെയ്ത് ദൈവത്തെ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ മണത്തുകൊണ്ടിരിക്കും. ഇവിടെയുള്ള ടോയ്സും സാധനങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ പൂച്ചകളുടെയും പട്ടികളുടെയും അവരുടെ കഴുത്തിലിടാനുള്ള ബെൽറ്റുകളുണ്ട്. ടോയ്സ് ഇവിടുത്തെ വേറെ ബെൽറ്റ്. മീൻ ചരാലിനാണ് നമ്മുടെ നത്തോലി. നത്തോലി ചെറിയ മീനല്ല, വലിയ മീനല്ല. വലിയ മീനാണ് ചെറിയ മീനാണ്? ചെറിയ മീനല്ല. അപ്പോൾ ഇവിടെ ചരാൽ അതാണ്. നമ്മൾ ഡൗൺ ടൗണിലൊക്കെ പോകുമ്പോൾ ഇതല്ലാണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിങ്ങനെ കാണാം. ഓ ഇതുണ്ട്, ഉടുപ്പുണ്ട്, കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് പോലെ. ഇത് പട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഉടുപ്പാട്ട്. സിംബയ്ക്ക് വേണോ? സിംബ 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 നിനക്ക് എന്തെങ്കിലും വേണോ? സിംബുടു സിംബക്കുട്ടാ സിംബക്കുട്ടാ. ഹീസ് ഫുൾ ആക്റ്റീവ്. സോ അവനെ നമ്മള് No. He got hurt actually last day, 5 days back. He jumped from the first floor. He just got hurt. Little here. Can we place him here so I can do a quick checkup? Yeah. He won't escape, right? All the doors are closed. Okay, fine. Simba? സിംബക്കുട്ടാ. ഡോക്ടർ ചെക്ക് ചെയ്യാണ് സിംബനെ. അവനിപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ കുത്തുന്ന സമയത്ത് ആളൊരു കരച്ചുണ്ട്. അവന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സമയം കേട്ടോ. Second day,
so he's fine, I think now. He's experienced. Everything's fine. He's healthy, Nothing right? abnormal. He's healthy, right? He's healthy, right? Yes. Yeah. Yeah, we can see that. ഒരു മനുഷ്യത്തിനുള്ള ഫുഡ് നീ കഴിക്കുന്നുണ്ടോ പിന്നെ നീ ഇങ്ങനെയാണ് ഹെൽത്തി അല്ലുണ്ട് അയ്യോ Since it's the first time we applied this vaccine, വാക്സിൻ റാബിസ് വാക്സിൻ ഇപ്പോ റിയാക്ഷൻ ഉണ്ടാവുന്ന പറയണത് റാബിസ് ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും സോ അവന്റെ മുഖം വെറുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറയണമെന്ന് ഓ I think yes. Yeah. In case that he wants to escape. നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്താവും Simba Putta. Simba. Oh. That's it, right? A little bit more. Simba Putta. കഴിഞ്ഞു ചുറൂസ് തരാം നല്ല മീമി തരാം That's it. Shimbo. ഇവരിന്ന് കരഞ്ഞില്ലട്ടാ അവൻ മിടുക്കനായി ഇടടി ക്രൈ ടുഡേ ലാസ്റ്റ് ഹി ക്രൈഡ് ലൈക്ക് That's it. ബ്രാവോ It's a man now. It's not more boy. He can handle the needles. The normal reactions are going to be sleepiness. Okay. It's gonna want to sleep a little bit more than usual. Uh-huh. And a bit. അവന്റെ ഇതെടുത്ത് കുറച്ച് നേരം അധികം ഉറങ്ങുന്നുള്ളൂ We just have to be careful to not touch much this area. Okay. We can make something called hypnosis. The first 24 hours. Yeah. If everything goes right after that, that will be it. Yeah, sure. So Thank he's you. fully vaccinated now. Thank you. So should we need to apply No, don't touch. Don't Let's touch. avoid doing that. Okay. Don't touch. So I'm going to put this sticker on the new Cut. little Oh, okay. pattern. And that's it. സിംബ കഴിഞ്ഞുട്ടാ അവന് കൊടുക്കാനായിട്ട് 2 ചോറോസും പിന്നെ നത്തോലീനും വാങ്ങിച്ചിട്ടുണ്ട് നത്തോലി ഇത് അവന് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് സിംബക്കുട്ടാ കറി തരാട്ടോ കറി തരാട്ടോ Thank you. താങ്ക് യു ബൈ ഇപ്പൊ നമ്മള് പോവാ സിംബക്കുട്ടന്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു സുന്നത്ത് കല്യാണം നടന്നില്ല വാക്സിനേഷൻ നടന്നു 30,000 rupees. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മനുഷ്യന് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് പൂച്ചയ്ക്ക് എടുക്കാൻ നോക്കുമ്പോൾ 30,000 35,000 റുപ്പീസ് കാറിൽ കയറിയിരുന്നു അപ്പോ നമ്മളിനി സിംബയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാണല്ലോ സിംബക്കുട്ടിന് ചേച്ചി ഫുഡ് തരാട്ടോ സിംബുന് ഫുഡ് തരാട്ടോ വേദന ഉണ്ടോന്ന് അറിയില്ല അവൻ പുറത്തേക്ക് വരാൻ റെഡിയാവുന്നില്ല എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു തോന്നുന്നു നാക്ക് നീട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ പുറത്ത് പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുക്കണ അവന് പാക്ഡ് ഫുഡ് നമ്മൾ വാങ്ങിച്ച് കൊടുത്തോണ്ടിരിക്കാം സിംബക്കുട്ട കുത്തുട്ടിയാലെന്താ ശരിക്കും എന്താ സംഭവം എന്നറിയാവോ പണ്ടൊക്കെ എന്റെ പല്ലൊക്കെ പറിക്കാനായിട്ട് മമ്മി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല്ല് പറിച്ച് കഴിയുമ്പോൾ മമ്മി പറയും തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചരാന്ന് അതുപോലെ തന്നെയാണ് ഇപ്പൊ പൂച്ചക്ക് ചെയ്യുന്നത് പൂച്ചക്ക് ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ അവനോട് പറയാണ് വാക്സിനേഷൻ കഴിഞ്ഞ് ഞാൻ നിനക്ക് നീ ഫുഡ് തരാം ചൂരോസ് സിംബക്കുട്ടൻ ചൂരോസ് ഇത് ഓൾമോസ്റ്റ് കഴിച്ച് തീർത്തിട്ടുണ്ട് അവൻ പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പേടി മാറ്റിക്കൊണ്ടിരിക്കുക മാറിയോ സിംബ അവൻ 3 ആഴ്ച ഇതിനൊക്കെ ബോധം ഉണ്ടാവുള്ളൂ അവന് കഴിഞ്ഞോണ്ട് പോയപ്പോഴത്തേക്കും കഴിഞ്ഞോണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടാണ് പോയത് ഇപ്പൊ കാറിൽ കയറുമ്പോൾ ഫുൾ അവൻ ഇഞ്ചക്ഷന്റെ ഓർമ്മകളാണെന്ന് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു വാക്സിനേഷൻ ഇതിപ്പോ അടുത്ത വാക്സിനേഷൻ എന്നാലും വീടിത്രയും തോന്നിയെന്ന് തോന്നുന്നു പക്ഷെ അത് കരച്ചിലൊന്ന് ശമിച്ചിട്ടുണ്ട് കണ്ണടച്ചിട്ടിരിക്കുകയാണ് ഉറക്കം വരണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതായത് ഇഞ്ചക്ഷന്റെ സെഡേഷൻ വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇന്ന് നല്ലോണം അവൻ ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വെല്ലാവൂന്നൊക്കെ നമുക്ക് നോക്കാം സ്വെല്ലൊന്നും ആകത്തുണ്ടാവില്ലായിരിക്കും അത് 2 പ്രാവശ്യം കുത്തേണ്ടി വന്നു ആദ്യം കുത്തി കഴിഞ്ഞപ്പോൾ അവനിന്ന് മാറിയപ്പോഴത്തേക്കും ഫുള്ള് മരുന്ന് കയറിയില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടെ അവനെ കുത്തി അല്ലേ സിംബ പക്ഷെ കുഴപ്പമില്ല കേട്ടോ സിംബക്കുട്ടൻ മിടുക്കാനായിട്ട് ചെയ്തു കേട്ടോ ചൂരോസും തീർന്നു നമ്മൾ വീട് വെക്കും
ഇറങ്ങിയാലോ സിംബ? സിംബനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാ. സിംബ കുട്ടാ, വീട്ടിൻ്റെ അടുത്ത് പോകാനുള്ള ആക്രാന്തം. തുറക്ക്. ഇന്നത്തെ വ്ളോഗ് സിംബനെ സുന്നത്ത് കല്യാണം ചെയ്യാൻ കൊണ്ടുപോയതാണ്. പക്ഷെ വി എൻഡഡ് അപ്പ് ഇൻ റാബീസ് വാക്സിൻ. സോ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് അവൻ വന്ന് വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് സമാധാനമായി, സന്തോഷമായി. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കാര്യം നോക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ. അഡിയോസ് അമിഗോസ്.